യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ യേശുവിൻ ബലിയാകുവാൻ തിരുബലിയേകുവാൻ എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാഗമായി ഒരുക്കിയെന്നെ എന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ ഉള്ളിൽ തെളിയണം പൊൻവെളിച്ചം
ശുശ്രൂഷകൻ അഥവാ ദാസൻ എന്നാണ്. കർത്താവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കും ദൈവജന സേവനത്തിനുമായി സ്വയം സമർപ്പിക്കുന്ന ഇവരുടെ ജീവിതം ധന്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണൂർ രൂപതയിലെ ഏഴിമല ലൂർദ്മാത ഇടവകയിൽ ഒളാട്ടുപുറം ജോസഫിന്റെയും ജെയ്സമ്മയുടെയും ഇളയ മകനായ ബ്രദർ സിജോമോൻ ഒളാട്ടുപുറം ജോസഫ് 2012 ജൂൺ 11 കണ്ണൂർ രൂപതയുടെ മൈനസ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേരുകയും തുടർന്ന് ധർമ്മട സെന്റ് പോൾസ് മൈനസ് സെമിനാരി, പരിയാരം സെന്റ് ജോൺ പോൾ ഭവൻ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്ന് മൈനസ് സെമിനാരി പഠനവും മംഗലാപുരം സെന്റ് ജോസഫ്സ് ഇന്റർഡയസിഷൻ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും പരിയാരം സെന്റ് ജോൺ പോൾ മൈനസ് സെമിനാരിയിൽ നിന്നും റീജൻസിയും പൂർത്തീകരിച്ചു. മകൻ ബ്രദർ മനോജ് എസ് ദാസ് 2018 മുതൽ 2021 വരെ ഫിലോസഫി പഠനം കാർമൽ മോണസ്ട്രി തിരുവനന്തപുരത്ത് നടത്തി. തുടർന്ന് 2021 തന്റെ ശുശ്രൂഷയ്ക്കായി കണ്ണൂർ രൂപതയിൽ ചേർന്നു. റീജൻസി കണ്ണൂർ രൂപതയിലെ ബിഷപ്സ് ഹൗസിലും ഹോളി മൗണ്ട് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നടത്തി. മംഗലാപുരം സെന്റ് ജോസഫ്സ് ഇന്റർഡയസിഷൻ സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. കണ്ണൂർ രൂപത കാഞ്ഞങ്ങാട് അപ്പോസ്തലനാണി ഇടവക ബില്ലൻ പറമ്പിൽ പരേതനായ വിൻസെന്റ് പോളിന്റെയും ഷെർലി വിൻസെന്റിന്റെയും മൂത്ത മകനായ ബ്രദർ ഷെബിൻ ജോർജ് ബില്ലൻ പറമ്പിൽ വിൻസെന്റ് 2012 ജൂൺ 11 കണ്ണൂർ രൂപതയുടെ മൈനസ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേരുകയും തുടർന്ന് സെന്റ് ജോൺ പോൾ മൈനസ് സെമിനാരി, പരിയാരം സെന്റ് ജോൺ പോൾ സെമിനാരി എന്നിവിടങ്ങളിൽ നിന്നും മൈനസ് സെമിനാരി പഠനവും മംഗലാപുരം സെന്റ് ജോസഫ്സ് ഇന്റർഡയസിഷൻ സെമിനാരിയിൽ നിന്നും തത്വശാസ്ത്ര പഠനവും ദൈവശാസ്ത്ര പഠനവും എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നും റീജൻസിയും പൂർത്തീകരിച്ചു. രാജരാജനീശുവേ
യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അഭിവന്യ ഡീക്കൻ പട്ടം സ്വീകരിക്കുന്ന ബ്രദർ മനോജ് എസ് ദാസ്, സിജോ മോഹൻ ജോസഫ്, ജസ്നമ്മ, ജസമ്മ, പ്രിയപ്പെട്ട ഷോലി, ഈശോയിൽ വാത്സല്യമുള്ള മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ പ്രഥമ ഈ കഴിഞ്ഞ 27 വർഷം ഈ രൂപതയ്ക്ക് വേണ്ടി അക്ഷീണം വളർത്തുവാൻ, അതോടൊപ്പം തന്നെ അതിന്റെ പശ്ചാത്തല ചരിത്രം എത്രയോ കർമ്മധീരന എന്നും ഈ രൂപതയെ സ്നേഹിച്ച് പോയ ആത്മായ നേതാവ്, ഈ രൂപതയ്ക്ക് വേണ്ടി നിരന്തരം സ്വർഗസന്നിധി മാധ്യസ്ഥം വഹിക്കുന്ന നിരവധി പേരുണ്ട്. വളരെ പ്രത്യേകമായി ധന്യയായ സിസ്റ്റർ സെലിൻ, ദേവദാസി മദർ പേത്ര, ദേവദാസൻ ലീനസ് മരീസ്, സൗകര്യപ്രദമായ ഒരു സ്ഥാപനം നാം ഇന്ന് അതിന് അടിസ്ഥാന ചില ആശീർവദിച്ച് അതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയാണ്. കണ്ണൂർ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായ വരപ്രസാദ് നാഥയുടെ മാധ്യസ്ഥ സഹായം പ്രത്യേകമായി തേടാൻ, ആ അമ്മയുടെ സഹായം എന്നും നമുക്കുണ്ടാകും, പരിലാളന നമുക്ക് എപ്പോഴും അനുഭവിക്കാനാകും എന്നുള്ള അപ്രത്യാശയിലാണ് ഗ്രാസിയ ക്ലേന ഫുൾ ഓഫ് ഗ്രീസ് എന്ന പേര് ഈ വിരമിക്കുന്ന വൈദികരുടെ ഈ വിശ്രമ കേന്ദ്രത്തിന് നാം പേര് കൊടുക്കുന്നത്. ദൈവത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ അങ്ങയുടെ കൃപാവത്തിന് സമൃദ്ധി ഉണ്ടാകണമേ. അതിന് രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തികൾ പലവിധത്തിലും ധനം കൊണ്ടും ശ്രമം കൊണ്ടും സഹായിക്കുന്ന ഓരോരുത്തരെയും അവിടുത്തെ അനുഗ്രഹത്തിൽ കാത്തുകൊള്ളണമേ. പ്രത്യേകമായ ദിനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ 3 സെമിനറി വിദ്യാർത്ഥികൾ ഡീക്കൻ പട്ടം സ്വീകരിക്കുക. അവരെ വിളിച്ച ആ ദൈവത്തിന് നമുക്ക് ആദ്യമായി നന്ദി പറയാം. അവരെ ഒരുക്കിയ വൈദികരെയും മറ്റ് സെമിനറിയിലെ ഗുരുഭൂതരെയും നേതൃത്വത്തോടുകൂടി അതിനേക്കാൾ ഉപരിയായ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയും ബന്ധുജനങ്ങളുടെയും പ്രോത്സാഹിപ്പിച്ച പലരുടെയും ഒക്കെ സാന്നിധ്യം ഇവിടെയുണ്ട്. അവർക്ക് ഓരോരുത്തരെയും നമുക്ക് ദൈവസന്നിധി പ്രത്യേകമായി ഓർത്തു പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പ 2021 ജൂൺ മാസം 17-ാം തീയതി വത്തിക്കാനിൽ വെച്ച് ഡീക്കൻ പട്ടം കൊടുത്തപ്പോൾ ആ പുതിയ ഡീക്കന്മാരോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഈ ഡീക്കന്മാർക്ക് മാത്രമല്ല, സഭ്യർക്കും വൈദികർക്കും നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ സ്വീകാര്യമായ പ്രചോദനാത്മകമായ കാര്യങ്ങളാണ്. ഒന്ന്, ഫ്രാൻസിസ് പാപ്പ അവരോട് അന്ന് ഓർമ്മിപ്പിച്ചത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്നും എളിമയോടുകൂടെ വിനീതയോടുകൂടിയുള്ള ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറാകുക. 2, നിങ്ങൾ പ്രഘോഷിക്കുന്നവർ, മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരാൻ പരിശ്രമിക്കുക. പ്രയാസം അനുഭവിക്കുന്നവരോട് പ്രത്യേകമായ പരിഗണനയിൽ അവരോടുള്ള കാവൽ, കരുതൽ എപ്പോഴും സൂക്ഷിക്കുക. അതാണ് ഫ്രാൻസിസ് പാപ്പ ഡീക്കന്മാരോട് പറഞ്ഞത്. എളിമയോടുകൂടെ വിനീതഭാവത്തോടുകൂടി ശുശ്രൂഷ ചെയ്യാൻ എന്നും നാം പറയാൻ നമുക്ക് സാധ്യതമാകട്ടെ. അതാണ് ഈ 3 ഡീക്കന്മാർക്ക് വേണ്ടി ആശംസിക്കാനുള്ളത്. കൂടുതൽ നൽകട്ടെ എന്ന് ഈ വിശുദ്ധതയെ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ ദൈവങ്ങളിൽ നമ്മുടെ ഇടവുകളിൽ നിന്നുണ്ടാകുക
നമ്മുടെ യുവ സഹോദരങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ, ദൈവം അവരുടെ മനസ്സിൽ ആ ദൈവവിളിക്ക് പാകുവാൻ നമുക്കും ഉപകരണങ്ങളായി തീരാൻ, അങ്ങനെ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നമുക്ക് ഓരോരുത്തർക്കും തീരാൻ ഈ വിശുദ്ധ ബലി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അർപ്പിക്കാനും മൗനമായി നിൽക്കാം. നമ്മുടെ പോരായ്മകൾ, പരിമിതികൾ, പാപങ്ങളെല്ലാം ഓർത്തുകൊണ്ട് കരുണാവാനിധിയായ സ്നേഹപിതാവിൻ്റെ കാരുണ്യവും കൃപയും കരുത്തും നമുക്ക് യാചിക്കാം. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, വളരെയേറെ പാപം ചെയ്തു പോയി.
പ്രവർത്തനത്തിൽ പ്രാവീണ്യവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും മകനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ദൈവവചന പ്രഘോഷണ കർമ്മം. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വായനയിൽ വിളിക്കുന്നു. പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതനായ അഹ്റോനെ പോലെയും പുതിയ നിയമത്തിലെ പ്രധാന പുരോഹിതനായ ക്രിസ്തുവിനെ പോലെയും ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവനാണ് ഓരോ പുരോഹിതനെന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള രണ്ടാം വായനയിൽ നാം ശ്രമിക്കുന്നു. അന്ത്യത്താഴ വേളയിൽ സ്നേഹത്തിന്റെ കൽപ്പന നൽകിക്കൊണ്ട് പരിശുദ്ധ കുർബാനയും വിശുദ്ധ പൗരോഹിത്യമെന്ന ഉദാശയം സ്ഥാപിക്കുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗവും നമുക്ക് ശ്രമിക്കാം. പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം. എന്നേക്കുമായി ഞാൻ
പ്രിയപുത്രനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എന്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവരോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. അവിടെ വീണ്ടും പറയുന്നു, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ്. തന്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് ദശകാത്തിരുന്നാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശമീറിന്റെ പുത്രനായ യൂദാസ് കരീയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്, താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ യേശു എഴുന്നേറ്റ് മേലേക്ക് മാറ്റി ഒരു തുവാലി എടുത്ത് അരയിൽ കെട്ടി അങ്ങനെ താഴത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരിയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശരീരം പത്രോസിന്റെ അടുത്തെത്തി. പത്രോസിനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാല് കഴുകുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടെ കഴുകണമേ. യേശു പഠിപ്പിച്ചു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയായിരിക്കും. നിങ്ങളത് ശുദ്ധിയുള്ളവരാണ്, എന്നാൽ എല്ലാവരുമല്ല. തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത്. ഇവരുടെ പാദങ്ങൾ കഴിയുന്നതിന് ശേഷം അവൻ
സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളെ ഗുരുവെന്ന കർത്താവെന്ന് വിളിക്കുന്നു, അത് ശരി തന്നെ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ശുശ്രൂഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് തിരുസഭയുടെ നാമത്തിൽ അഭിനന്ദനോട് അഭ്യർത്ഥിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം നന്ദി സൂചകമായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് നന്ദി എന്ന് പ്രഘോഷിക്കുകയും ചെയ്യാം. പരിഗണന പട്ടം നൽകണമെന്ന് തിരുസഭ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ബ്രദർ ഷെബിൻ ജോർജ് ബില്ലിൻ പറമ്പിൽ, ബ്രദർ സിജോ മോഹൻ ഓളാട്ടുപുറം, ബ്രദർ മനോജ് എസ് ദാസ്, ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇവർ അർഹരാണെന്ന് എനിക്ക് തീർത്ത് പറയുവാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരനെ ഞാൻ പരികർമ്മി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിനെ ഷിലിൻ, സലീമോൻ, മനോജ്, അവരുടെ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ എൻ്റെ ഡീക്കൻ ഘട്ടത്തെക്കുറിച്ചാണ് ഓർത്തു വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കല്ലറക്കൽ പിതാവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, ഇവരുടെ ഫീസിനോടനുബന്ധിച്ച്. അപ്പോൾ എന്നോട് അന്ന് ഡീക്കനായതിനു ശേഷം അന്ന് വൈകുന്നേരം നടക്കാൻ പോയി ഞാൻ ഇപ്പോൾ ഓർക്കേണ്ടതെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഈ നല്ല ദിനം നിങ്ങൾക്ക് നല്ലൊരു ഓർമ്മയായിരിക്കട്ടെ ജീവിതകാലം മുഴുവൻ എന്ന് ആശംസിക്കുകയാണ്. അതേക്കാൾ ഉപരിയായിട്ട് ഇന്ന് കണ്ണൂർ രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ദിനം, രൂപതാ ദിനം. അതിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അപ്പൊ ഈ ഡീക്കന്മാരെ ആകാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭാഗ്യങ്ങൾ ലഭിക്കണം. നിങ്ങൾക്കിനി ഈ ദിവസം ഓർക്കാനും ആഘോഷിക്കാനും എളുപ്പമാണ്. അത് എനിക്ക് പങ്കുചേരാനായിട്ടും ഈ രൂപതയിലെ എല്ലാവരും കൂടെ ഉണ്ടാകും. ഇന്ന് ഡീക്കൻ പട്ടം സ്വീകരിക്കുന്നതിന് ആമുഖമായിട്ട് ഒരു നല്ല സന്ദേശം അലക്സ് പിതാവ് നൽകിയിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ വചനത്തിന് ഇൻട്രൊഡക്ഷനായിട്ടും ഇന്ന് നാം വായിച്ചു കേട്ട വചനത്തെക്കുറിച്ച് ഉള്ള ഉൾക്കാഴ്ചകൾ ഏകദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ വിചിന്തനം നൽകാമെന്ന് കരുതുകയാണ്. ഈ വർഷം പ്രത്യാശയുടെ ജൂബിലി വർഷം. ഡീക്കന്മാരും പ്രത്യാശയുടെ ഡീക്കന്മാരായി തീരട്ടെ എന്നാണ് ആദ്യത്തെ എൻ്റെ ആശംസ. നിങ്ങൾ സെമിനാരിയിൽ പ്രവേശിച്ചതിന് ശേഷം പലവട്ടം ധ്യാനവും ഈ ഡീക്കനാകുവാനായിട്ടും ധ്യാനമൊക്കെ നടത്തി ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിളിയെക്കുറിച്ചും ഏറെ ആഴത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഡീക്കന്മാരെന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന 3 പേരുടെ വിളിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത ഞങ്ങളോട് ആദ്യം പങ്കുവയ്ക്കുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ അപ്പോൾ ആ സമയത്ത് മനസ്സിലായില്ല, ദൈവമാണ് വിളിക്കുന്നത് സാമൂഹ്യം മനസ്സിലായില്ല.
പക്ഷേ പലവട്ടം ഈ സ്വരം കേട്ട് ദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ദേവിയാണ് പറയുന്നത്, ഇനി ആ സ്വരം കേൾക്കുകയാണെങ്കിൽ അത് കർത്താവ് നിന്നെ വിളിക്കുന്നതാണ്, ഇതാ ഞാൻ എന്ന് പറയുക എന്ന്. അങ്ങനെ സാമുവേൽ ദൈവത്തിന്റെ സ്വരം കേട്ട് ആ വിളി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വിളിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അശുദ്ധമായിട്ടുള്ള അതരങ്ങളുള്ളവരും അശുദ്ധമായിട്ടുള്ള അതരങ്ങളുടെ മധ്യേ വസിക്കുന്നവരുമാണ്. ആ സമയത്താണ് സെറാഫുകൾ ഒരു ചോദിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് യെശയ്യാ പ്രവാചകൻ തന്റെ ദൗത്യത്തിൽ ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിളി സജീവനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് നിങ്ങൾ ഈ ദൈവവിളി സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ മാതാപിതാക്കന്മാർക്കും ഈ കുടുംബാംഗങ്ങളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഉദാരത മക്കളെ വൈദിക അന്തസ്സിലേക്ക് കടത്തിവിടാനും കൂടെ നിൽക്കാനും നിങ്ങൾ കാണിച്ചിട്ടുള്ള ആ പ്രകൃതത്തിലേക്ക് രൂപതയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അനുമോദനം അർപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകന് ഇതുപോലെ തന്നെ ഒരു ബാലനായിട്ടുള്ള അവസരത്തിലാണ് ദൈവം വിളിക്കുന്നത്. അപ്പോൾ ജെറമ്യാ പറയുന്നത്, ഞാൻ കാണുന്നതാണ്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ആ സമയത്തും ദൈവത്തിന്റെ വചനം അവന്റെ നാവിലേക്ക് സ്പർശിക്കുകയാണ്, ഇട്ടുകൊടുക്കുകയാണ്. അങ്ങനെ നിങ്ങളും നീണ്ട കാലത്തെ പരിശീലനത്തിലൂടെ മനോരമല്ല ഈ വിളി ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ആ ബോധ്യത്തിലാണ് ഇന്ന് ഡീക്കൻ പട്ടം സ്വീകരിക്കാനായിട്ട് ഞാനത് കാണുകയായിരുന്നു. പ്രസന്റ് പറഞ്ഞപ്പോഴേക്കും നല്ല സ്വരത്തിലാണ്. അപ്പോൾ ആ സന്നദ്ധതയോടുകൂടിയാണ് നിങ്ങളിന്ന് ഡീക്കൻ പട്ടം സ്വീകരിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ തിരഞ്ഞെടുത്ത വായനകളും നല്ല മനോഹരങ്ങളാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ ഐസിയാ പ്രവാചകന്റെ ദൗത്യത്തെ കുറിച്ച് ഈ ഭാഗം തന്നെ ഉച്ചരിച്ചുകൊണ്ടാണ് യേശുനാഥൻ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായിട്ടുള്ള ഒരു മത്സരവും പ്രഖ്യാപിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അതിനുശേഷം യേശുനാഥൻ പറയുകയാണ്, ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറുകയാണ്. നിങ്ങളിലും ഈ തിരുവെഴുത്ത് നിറവേറട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഡീക്കൻ പട്ടം അതൊരു ശുശ്രൂഷയുടെ പട്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുള്ള ഉത്തരവാദിത്വം ബലിവേദിയിൽ ശുശ്രൂഷ ചെയ്യുക, അതുപോലെ തന്നെ ജനങ്ങളെ ശുശ്രൂഷിക്കുക. ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോഴും നമുക്ക് മാതൃകയാകുന്നത് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം വായിച്ചു കേട്ടു. ഈ വിളി ദാനമായിട്ട് ലഭിച്ചതാണ്. അഹ്റോനെ പോലെ സ്വന്തം കഴിവുള്ളതല്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഡീക്കൻ പട്ടത്തിലേക്കും വൈദികായത് ശുശ്രൂഷയിലൊക്കെ ദൈവമാണ് എന്നെ വിളിച്ചത്. ഞാനല്ല, നിങ്ങൾ തിരഞ്ഞെടുത്തത് ദൈവമാണ് എന്നുള്ള ആ ബോധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായിട്ട് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ഇന്നത്തെ സുവിശേഷം നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് യോഹന്നാൻ അന്ത്യകാലത്തെ കുറിച്ച് വിവരിക്കുന്നില്ല. ഉള്ള വിചിത്രമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശുനാഥൻ അന്ത്യകാല സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അപ്പോൾ പത്രോസ് ചോദിക്കുന്നുണ്ട്, അങ്ങനെ പാദങ്ങൾ കഴുകരുത്, നിങ്ങളെല്ലാം ശുദ്ധിയുള്ളവരാണ്, ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പങ്കുണ്ടാവുകയില്ല. യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ വിനയത്തിന്റെ പാഠം, നമ്മുടെ ബലിയുടെ പാഠം എന്ന് പറഞ്ഞാൽ വിനയത്തിൻ്റെതായിട്ടുള്ള മാതൃകയാണ്.
ഇന്ന് പഠിപ്പിക്കുമ്പോഴാണ് കൂടുതൽ ഇന്നത്തെ ലോകം ശ്രമിക്കുക. അതുകൊണ്ടാണ് കോളാറാമൻ മാപ്പ പറയുന്നുണ്ടായി, ഇന്ന് ലോകത്തിനും പ്രവാചകന്മാരെ ഉപരിയായിട്ട് സാക്ഷികളെയാണ് ആവശ്യം എന്ന് പറയുമ്പോഴും അത് ജീവിക്കുന്ന സാക്ഷികളായിട്ട് തീരാനായിട്ടാണ് തിരുസഭ നിങ്ങളെ ഇന്ന് ഉത്ബോധിപ്പിക്കുന്നത്. ആ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുക. ഡീക്കന്മാരെ കുറിച്ച് അപ്പോസ്തലന്മാരുടെ നടപടിയിൽ നാം വായിക്കുന്നുണ്ട്. ശുശ്രൂഷ ചെയ്യാനായിട്ട് വചനത്തിലും വിശ്വാസത്തിലും ശിഷ്യന്മാരെ സമയം കട്ടാത്ത സമയത്താണ് 7 പേരെ സ്റ്റെഫാനസിനടക്കം ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുക. ഇന്നത്തെ പോലെ ആഴമായിട്ടുള്ള വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടവരട്ടെ. അതോടൊപ്പം തന്നെ എല്ലായ്പ്പോഴും ഓർത്തിരിക്കുക. മാറ്റാൻ കഴിയട്ടെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് തുടർന്നും ഈ ഡീക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് വേണം ഒരുവൻ തന്റെ ശുശ്രൂഷ പൗരോഹിത്യ ധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. ഇപ്പോൾ അഭിമന്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പിതാവിന്റെ ചോദ്യത്തിന് ഉത്തരമായി ആജീവനാന്ത ബ്രഹ്മചര്യം പാലിച്ചുകൊള്ളാമെന്ന് അർത്ഥികൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയ മക്കളെ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ പരികർമ്മി പട്ടം സ്വീകരിക്കാൻ നിങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഈ ശുശ്രൂഷ പാലിക്കുന്നവർ നിങ്ങൾ ജീവിതത്തിൽ ചാരിത്രശുദ്ധി പൂർണ്ണമായും പരിപാലിച്ചുകൊണ്ടായിരിക്കും. കാരണം ബ്രഹ്മചര്യം അജപാനാത്മകമായ സ്നേഹത്തിൻ്റെ അടയാളം, ലോകത്തിൽ പ്രത്യേക പരസമൃദ്ധിയുടെ ഉറവിടവുമാണ്. കർത്താവായ ക്രിസ്തുവിനോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ പ്രേരിതരാണ് അവിടത്തേക്ക് നിങ്ങളെ തന്നെ പ്രത്യേകമായി സമർപ്പിച്ച് ബ്രഹ്മചാരിയായി ജീവിക്കുവാൻ, അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും ദൈവത്തിനും മനുഷ്യർക്കും ശുശ്രൂഷ ചെയ്യുവാനും ആത്മാക്കളുടെ രക്ഷയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും കൃത്യം നിർവഹിക്കാനും കൂടുതൽ എളുപ്പമാണ്. ഇതൊക്കെയാണ് മറ്റുള്ളവരിലൂടെ സേവിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുൻപാകെ നിങ്ങളുടെ ആത്മാവിനെ മുഴുവനായി ക്രിസ്തുവിനെ സമർപ്പിച്ച് സ്വർഗരാജ്യത്തെ പ്രതി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതാന്ത്യം വരെ ബ്രഹ്മചര്യം പാലിക്കുവാൻ നിങ്ങൾ ദൃഢമായി നിശ്ചയിച്ചു. ഈ വിശുദ്ധ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സന്നദ്ധ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. ശുശ്രൂഷാപഠന ജീവിതാന്തസ്സിന്റെ വിവിധ ധർമ്മങ്ങൾ നിറവേറ്റുവാൻ സന്നദ്ധനാണോ എന്ന ഷിബിൻ ജോർജ്, ജോമോൻ, മനോജ് പരികർമ്മി സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ മുൻപിൽ ഈ ചുമതല സ്വീകരിക്കാനുള്ള ദൃഢനിശ്ചയം നിങ്ങൾ ഏറ്റുപറയേണ്ടതാണ്. എൻ്റെ കൈവയ്പും പരിശുദ്ധാത്മാവിന്റെ ദാനവും വഴി തിരുസഭയുടെ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിതരാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പരികർമ്മിയുടെ കടമ രൂപതാധ്യക്ഷന്റെയും വൈദികരുടെയും എല്ലാവരോടും സ്നേഹത്തോടും കൂടെ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നത് പോലെ
വിശ്വാസ രഹസ്യം നിർമ്മലമായ മനസ്സാക്ഷിയിൽ സംവഹിക്കുവാൻ ഈ വിശ്വാസം സുവിശേഷത്തിലും സഭയുടെ പാരമ്പര്യത്തിലും അനുസൃതമായി വാക്കാലും പ്രവൃത്തിയാലും പ്രഘോഷണം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിത രീതിക്ക് യോജിക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി പാലിക്കാനും വർദ്ധിപ്പിക്കുവാനും അതുപോലെ തിരുസഭയ്ക്കും ലോകത്തിന് മുഴുവനും വേണ്ടി കാനോന നമസ്കാരം ചൊല്ലുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരുടെ ശരീരവും രക്തവും കൈകാര്യം ചെയ്യുന്നുവോ ആ ക്രിസ്തുവിന്റെ മാതൃക അനുസരിച്ച് നിരന്തരം വ്യാപരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. അനുസരണ വാഗ്ദാന കർമ്മമാണ് ഇപ്പോൾ നടക്കുക. സമർപ്പിത ജീവിതത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അധികാരികളോടുള്ള അനുസരണമാണ്. ശുശ്രൂഷപട്ടം സ്വീകരിക്കുവാനുള്ളയാൾ തന്റെ രൂപതാധ്യക്ഷനോട് ആജീവനാന്തം അനുസരണയുള്ളവനായിരിക്കുമെന്ന വാഗ്ദാനം പ്രിയ മകനെ ശരി, എന്നോടും എൻ്റെ പിതാവികളോടും ബഹുമാനവും അനുസരണവും നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തീകരിക്കുമാറാകട്ടെ. പ്രിയ മകനെ മനോജ്, എന്നോടും എൻ്റെ പിൻഗാമികളോടും ബഹുമാനവും അനുസരണവും നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തീകരിക്കുമാറാകട്ടെ. പ്രിയ സിജോമോൻ, എന്നോടും എൻ്റെ പിൻഗാമികളോടും ബഹുമാനവും അനുസരണവും നീ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തീകരിക്കുമാറാകട്ടെ. പ്രിയ സഹോദരരെ, പരികർമ്മയുടെ ശുശ്രൂഷയ്ക്കായി നിയുക്തരായിരിക്കുന്ന ഈ 3 ദാസന്മാരുടെ മേൽ സർവശക്തനായ ദൈവം അവിടുത്തെ അനുഗ്രഹാശിസ്സുകൾ വർഷിക്കുമാറാകട്ടെ. Christ
Visu
കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ വഴി അങ്ങേ കൃപയുടെ അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണമേ. ഞങ്ങൾ നിർവഹിക്കുന്ന കൃത്യം അങ്ങയുടെ സഹായത്താൽ നിറവേറ്റുവാൻ വരമരുളണമേ. ഞങ്ങൾ കഴിയുന്ന ശ്രദ്ധയോടെ തിരുശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത് അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈ ദാസരെ അങ്ങ് അനുഗ്രഹിച്ചു വിശുദ്ധീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കരങ്ങൾ വെച്ചുകൊണ്ട് മൗനമായി അഭിവൃദ്ധി പിതാവ് പ്രാർത്ഥിക്കുന്നു. പ്രതിഷ്ഠാപന പ്രാർത്ഥന പ്രതിഷ്ഠിച്ചുകൊണ്ട് അഭിവൃദ്ധി പിതാവ് ഇപ്പോൾ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുന്നു. നിശബ്ദമായി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സുഖാനവും മഹിമയും അധ്വാനവും ശുശ്രൂഷയും അങ്ങിൽ നിന്നാണ്. വചനവും
അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തുവിലൂടെ അങ്ങെല്ലാം നിയന്ത്രിച്ച് നിത്യം പരിപാലിക്കുകയും ഓരോ കാലത്തിന് യോജിച്ച വിധം ദാനം ചെയ്യുകയും ചെയ്യും. വൈവിധ്യം നിറഞ്ഞ അംഗങ്ങളുടെ പരസ്പര ബന്ധത്താൽ ഏകീകരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരമാകുന്ന അങ്ങയുടെ തിരുസഭ സ്വർഗീയ ദാനങ്ങളാൽ ആശ്ചര്യകരമായ സ്നേഹശൃംഖലയാൽ രൂപീകരിക്കപ്പെടട്ടെ. അപ്രകാരം അങ്ങയുടെ ആലയമായി വളർന്ന വികസിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി പുതിയ നിയമത്തിൽ അങ്ങേ നാമത്തിന്റെ പരിചരണത്തിനായി 3 പദവിയിലുള്ള ശുശ്രൂഷകളെ സ്ഥാപിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. ആദ്യം മുതൽ ദൈവപുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി അങ്ങ് നിയോഗിക്കുകയും നിത്യായുസ്സിന്റെ പൈതൃകം എന്നേക്കും അവർ അനുഭവിക്കണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങേ സഭയുടെ ആരംഭത്തിൽ അങ്ങയുടെ അപ്പോസ്തലന്മാർ അവർക്ക് കൂടുതൽ പ്രാർത്ഥനയിലും വചനത്തിന്റെ പ്രഘോഷണത്തിലും ഏർപ്പെടുന്നതിനു വേണ്ടി ദൈനംദിന ശുശ്രൂഷയിൽ അവരെ സഹായിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ സൽപ്പേരുള്ള 7 പേരെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥനയാൽ കൈവയ്പാൻ ശുശ്രൂഷയ്ക്കായി അവരെ നിയോഗിക്കുകയും ചെയ്തു. കർത്താവേ, അങ്ങേ വിശുദ്ധ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ പരികർമ്മയായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ദാസരെ മനോജിനെയും ശിജോമോനെയും ശൈബിനെയും കനിഞ്ഞനുഗ്രഹിക്കണം. കർത്താവേ, ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കണം. ഇവർ ശുശ്രൂഷാക്രമം വിശ്വസ്തതാപൂർവം നിർവഹിക്കുവാൻ അങ്ങയുടെ സപ്തദാനങ്ങളാൽ ശക്തിയാർജിക്കുമാറാകണം. സകലവിധ പുണ്യവും ഇവരിൽ വിളങ്ങി ശോഭിക്കട്ടെ. കളങ്കമറ്റ സ്നേഹം, രോഗികളോടും ദരിദ്രരോടുമുള്ള കാരുണ്യം, വിനയാന്വിതമായ അധികാരം, ആധ്യാത്മിക ശിക്ഷണത്തിന്റെ അനുഷ്ഠാനം എന്നീ പുണ്യങ്ങളെല്ലാം ഇവരിൽ വിളങ്ങി നിലനിൽക്കുമാറാകട്ടെ. ഇവരുടെ പെരുമാറ്റത്തിൽ അങ്ങയുടെ കൽപ്പനകൾ പ്രകാശിക്കട്ടെ. തന്റെ ചാരിത്രത്തിന്റെ മാതൃകയാണ് അങ്ങയുടെ വിശുദ്ധ ജനത്തിന് അനുകരണത്തിന്റെ പ്രചോദനം ലഭിക്കട്ടെ. നല്ല മനസ്സാക്ഷിയുടെ സാക്ഷ്യം നൽകിക്കൊണ്ട് ക്രിസ്തുവിൽ ദൃഢമായ വിശ്വസ്തയോടെ ഇവരെന്നും നിലനിൽക്കട്ടെ. അങ്ങനെ ഇവർ സേവിക്കപ്പെടാനല്ല, സേവനമനുഷ്ഠിക്കുവാനായി വന്ന അങ്ങയുടെ പുത്രനെ ഭൂമിയിൽ അനുകരിച്ച് സ്വർഗത്തിൽ അവിടത്തോടൊത്ത് വാഴുവാൻ ഇടയാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്കിരിക്കാം.
അഭിഷേചന കർമ്മം. നവ ശുശ്രൂഷകനെ തന്റെ കർത്തവ്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അഭിമന്യ പിതാവ് വിശുദ്ധ സുവിശേഷം നൽകുന്നു. തുടർന്ന് സമാധാന ചുംബനത്തോടെ ശുശ്രൂഷാപ്പെട്ട ദാനകർമ്മങ്ങൾ സമാപിക്കുന്നു. പ്രിയ സെയിന്റ് ജോർജ്, ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുക. നിങ്ങൾ ഇതിന്റെ പ്രഘോഷകനായിരിക്കും. നിങ്ങൾ വായിക്കുന്നത് വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നത് പഠിപ്പിക്കുവാനും പഠിപ്പിക്കുന്നത് അനുസരിക്കുവാനും ശ്രദ്ധിക്കുക. പ്രിയ മനോജ്, ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുക. നിങ്ങൾ ഇതിന്റെ പ്രഘോഷകനായിരിക്കുന്നു. നിങ്ങൾ വായിക്കുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കുന്നത് പഠിപ്പിക്കുവാനും പഠിപ്പിക്കുന്നത് അനുസരിക്കുവാനും ശ്രദ്ധിക്കുക. ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിക്കുക. നിങ്ങൾ ഇതിന്റെ പ്രഘോഷകനായിരിക്കും. നിങ്ങൾ വായിക്കുന്നത് വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നത് പഠിപ്പിക്കുവാനും പഠിപ്പിക്കുന്നത് അനുസരിക്കുവാനും ശ്രദ്ധിക്കുക. കാഴ്ചവെപ്പ് പ്രദക്ഷിണം. നവഡീക്കന്മാരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഇപ്പോൾ കാഴ്ച വസ്തുക്കളുമായി ബലിവേദിയെ സമീപിക്കുന്നു. ഗായക സംഘം കാഴ്ചവെപ്പ് ഗാനം ആലപിക്കുന്നു.
പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് മാതൃക നൽകുവാൻ ദൈവികസുതനായ യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകുവാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ തന്നെ ആത്മീയവരെയായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവയുടെയും തീഷ്ണതയുടെയും ചൈതന്യത്താൽ നിറയാൻ അനുഗ്രഹിക്കേണ്ട കർത്താവായ ക്രിസ്തുവേ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. നിങ്ങളോട് കൂടെ അവിടുന്ന് സ്വന്തമാക്കപ്പെട്ട ജനത്തെ രാജകീയ പൗരോഹിത്യത്താൽ അലങ്കരിക്കുക മാത്രമല്ല, അവിടെ ശുശ്രൂഷയിൽ കൈവയ്പ് വഴി പങ്കാളികളാക്കുവാൻ സഹോദര വിശേഷമായ സ്നേഹത്താൽ മനുഷ്യരെ അവിടുന്ന് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങേ വിശുദ്ധ ജനത്തെ അവർ സ്നേഹത്തോടെ നയിക്കുകയും
കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടത് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിച്ചു. വിശുദ്ധീകരിക്കാൻ അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുവൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആയി തീരുമാറാകട്ടെ. അവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസകലവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൽപ്പാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ചു. അങ്ങേ തിരുകുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പോളിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അന്ത്യജലത്തിൻ്റെ ഈ ബലി
സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാസനായ ഞങ്ങളുടെ യുവാപ്പയോട്, ഞങ്ങളുടെ യുവതാധ്യക്ഷനായ അലക്സ് മെത്രാനോട്, ഡെനീസ് മെത്രാനോട്, മെത്രാൻ പദവിയിലുള്ളവരോട്, ഇന്ന് സഭയുടെ ശുശ്രൂഷകരായി അവരോധിക്കപ്പെട്ട അനേകാസ്തയോട്, വൈദിക ഗണത്തോട്, അങ്ങ് നേടിയെടുത്ത സ്വര ജനങ്ങളോടുമൊത്ത് ഈ പുതിയ നിർദ്ധാരണം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. ഈ തിരുമുമ്പിൽ നൽകാനുള്ള വിപുലമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുടണമേ. കാരുണ്യവാനായ പിതാവേ, ഇതിലേടത്തിൽ ചിതറിക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഇതുവഴി കടന്നുപോയ എല്ലാവരെയും നിരായുധ വ്യാപകം പ്രവേശിപ്പിക്കണമേ. അവിടെ നിങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിജമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. സർവശക്തനായ ദൈവം പിതാവായ അങ്ങ് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായിരുന്നു. ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. എല്ലാ തിന്മകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാക്കുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അവരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണം. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
അങ്ങയുടെ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതർ.
ജലത്താലും പാനീയത്താലും അങ്ങ് പരിപോഷിതരാക്കി അങ്ങേ ദാസർ അങ്ങേ മഹത്വത്തിനും വിശ്വാസികളുടെ രക്ഷയ്ക്കും വേണ്ടി സുവിശേഷത്തിന്റെയും ഉദാശകളുടെയും സ്നേഹത്തിന്റെയും വിശ്വസ്തരായ ശുശ്രൂഷകർ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുകയും ഇതുതന്നെയാണ് യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ക്രിസ്തുവിൽ സ്നേഹിതരെ, ഇതേ ദിനം ദൈവം തന്ന പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ദിനമാണ്. സംഗീതത്തിൽ പറയുന്നത് പോലെ കർത്താവ് മഹത്തായ കാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ വചനങ്ങളാൽ ഈ നിമിഷം ഞങ്ങൾ 3 പേരുടെയും ഹൃദയത്തിലെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ നന്ദി ദൈവത്തോടാണ്. കുറവുകളെ നിറവുകളാക്കിയതിന്, ദുർബലതകളെ ശക്തിയാക്കിയതിന്, തെറ്റിയ വഴികളിൽ വഴിവിളക്കായതിന്, നിശബ്ദമായ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയതിന് ദൈവത്തിന് നന്ദി. ഹൃദയത്തിന് നന്ദി അലക്സ് വടക്കുതല പിതാവിനോടാണ്. പിതാവെ, ഞങ്ങളെ ശുശ്രൂഷ പദ്ധതിയിലേക്ക് ഉയർത്തിയതിന്, പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്കും സ്നേഹവാത്സല്യത്തിനും പ്രോത്സാഹനങ്ങൾക്കും ഇതേ ദിനം നിങ്ങൾക്ക് അതിമനോഹരമാക്കി തീർത്തതിന് ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ കരുതലായി നമ്മോട് കൂടെയായിരിക്കുന്ന ഡെന്നീസ് പിതാവിൻ്റെ പ്രാർത്ഥനകൾക്കും കരുതലിനും സ്നേഹവാത്സല്യത്തിനും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ക്ലാരൻസ് പാർലിക്കസ അച്ഛൻ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കരുതലിനും മാർഗനിർദ്ദേശങ്ങൾക്കും ഏറെ പ്രത്യേകമായി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പ്രൊപ്പറേറ്റർ ജോർജ് ബയ്യാനത്തസ അച്ഛൻ്റെ പ്രാർത്ഥനകൾക്കും സഹായത്തിനും പിന്തുണകൾക്കും ഏറെ കൃത്യമായി ഞങ്ങൾ നന്ദി പറയുന്നു. രൂപതാ ചാൻസലറും
പിതാവിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആന്റണി കുരിശികൾ അച്ഛൻ, ഇന്നത്തെ ലിറ്റർജിയുടെ എല്ലാ ക്രമീകരണങ്ങൾക്കും ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകിയതിനും അച്ഛന്റെ സ്നേഹത്തിനും പ്രാർത്ഥനകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയ മൈനർ സെമിനാരി ഡയറക്ടർ ശോഭി അച്ഛന്റെ നല്ല മനസ്സിന് കരുതലിന് ഇന്നത്തെ ദിനം അതിമനോഹരമാക്കുവാൻ അച്ഛന്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം MC ആയിരുന്ന ഷിജു അച്ഛനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസത്തേക്ക് ഞങ്ങളെ ഒരുക്കിയ, ഞങ്ങൾക്ക് പ്രാക്ടീസ് നൽകിയ ജസ്റ്റിനെയും ആഴ്ചനെയും നന്ദിപൂർവ്വം ഓർമ്മിക്കുന്നു. ഇന്നത്തെ ദിനം അതിമനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ലിറ്റർജി അതിമനോഹരമാക്കിയ ഷാജു ആന്റണിയസിനും അച്ഛൻ്റെ ടീം അംഗങ്ങൾക്ക് കൃത്യമായ നന്ദി. ഇന്നത്തെ ദിവസത്തിന് ഞങ്ങളെ ഒരുക്കിയ, ഞങ്ങൾക്ക് നല്ലൊരു ധ്യാനം നടത്തിയ ജോബി അച്ഛനെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വൈദികർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ ഉത്തരവും മേലങ്കിയും അണിയിച്ച ഞങ്ങളുടെ ഇടവക വികാരിമാരായ ജോസ് PC അച്ഛനെയും ജസ്റ്റിൻ അച്ഛനെയും അനുരാഗ് അച്ഛനെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രോത്സാഹനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി. ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയ മൈനർ സെമിനാരി പ്രൊഫസറെയും പ്രൊപ്പറേറ്റീവ് കെയർ പ്രൊഫസറെയും അവരുടെ ഡയറക്ടർ ബിനിയസിനെയും സ്പിരിച്വൽ ഫാദേഴ്സിനെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ ഫോർമേഷൻ കാലയളവിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ വൈദികരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഞങ്ങളുടെ റിക്വയർസായി സേവനം അനുഷ്ഠിച്ച ഫാദർ സുധീർ മുണ്ടയ്ക്കൽ, ഫാദർ ഷോബി ജോ, ഫാദർ സെബാസ്റ്റ്യൻ കുന്നപ്പള്ളി, മോൺസിഞ്ഞോർ ക്ലാരൻസ് പാലിയൻ, ഫാദർ ജെറി, ഫാദർ ബെന്നി കരിങ്ങാട്ടി, മോൺസിഞ്ഞോർ ആന്റണി പയസ് എന്നിവരെയും റീജൻസി കാലയളവിൽ ഞങ്ങളെ നയിച്ച എല്ലാ വൈദികർക്കും, സൺഡേ മിനിസ്ട്രിയിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ വൈദികർക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി മംഗലാപുരം സെമിനാരിയിൽ നിന്ന് എത്തിച്ചേർന്ന മനോജനും ഹൃദയത്തിൽ നിന്ന് നന്ദി. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും അവരുടെ നല്ല മനസ്സിനെയും സഹായങ്ങളെയും ഈ നിമിഷം ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇന്നത്തെ ദിവസം ഭക്ഷണം പാചകം ചെയ്ത കിച്ചണിലെ ബിന്ദു ചേച്ചിക്കും പ്രിയ ചേച്ചിക്കും നന്ദി അർപ്പിക്കുന്നു. ഇതേ ദിനം ഫോട്ടോ എടുക്കുവാൻ എത്തിച്ചേർന്ന സജിച്ചേട്ടൻ, ഹിരണ്യൻ, എബിക്കും നന്ദി. ശബ്ദ ക്രമീകരണങ്ങൾ നടത്തിയ റോണിയസിനും SK സൗണ്ട്സിനും നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ കരുത്തും പ്രചോദനവും ഞങ്ങളുടെ ദൈവവിളിക്കുള്ള വഴികാട്ടിയാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇന്നത്തെ ദിനം. നിങ്ങളുടെ സ്നേഹത്തിന് കരുതലിന് ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഇന്നത്തെ ദിനം ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമാണ്. ഈ ദിവ്യകർമ്മത്തിൽ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ദൈവത്തിന്റെ വിളിയിലേക്കുള്ള ഞങ്ങളുടെ പുതിയ വഴിയാത്രയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മിക്കുക, ഓർമ്മിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താലൊരുക്കി. തൃക്കൈകളീ ഭൂവിൻ താളുകളിൽ എനിക്കായൊരു ജീവൻ സ്നേഹത്താലൊരുക്കി. ആ ജീവനേകുവാനിതാ വരുന്നു, എൻ ജീവിതം യാഗമായേകിടുവാൻ. ആ ജീവനേകുവാനിതാ വരുന്നു, എൻ ജീവിതം യാഗമായേകിടുവാൻ. യേശുവിൻ ബലിയാകുവാൻ, തിരുബലിയേകുവാൻ.
മോചിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാൻ, നിത്യമാം ജീവൻ നേടാൻ. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാ ദിവ്യഹിതമെഴുതി. തിരുഗ്രന്ഥത്തിൻ പാവന താളുകളിൽ എനിക്കായി നവ്യമാ ദിവ്യഹിതമെഴുതി. ആഹിതം